Hello, today we can discuss about IDA, one of the prominent affiliated institution of World Bank. Okay, as we discussed earlier, World Bank have 5 institutions under its head. First, IRBD, International Bank for Reconstruction and Development. Then IDA, International Development Association. Then Multilateral Investment Guarantee Agency, International Finance Corporation, and ICSID, International Center for Settlement of Investment and Dispute. ഇതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് IDA. ഓക്കെ, അപ്പം എന്താണ് IDA, അതിൻ്റെ ഇവല്യൂഷൻ എന്താണ്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ ഇന്ത്യയും IDAയും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതാണ് നമുക്കിന്ന് നോക്കാനുള്ളത്. ഓക്കെ, അപ്പം IDAൻ്റെ ഇവല്യൂഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1960 സെപ്റ്റംബറിലാണ് IDA വരുന്നത്. ഓക്കെ, 1960 IDA സ്റ്റാർട്ട് ചെയ്തത്. ചിലതിൽ നവംബർ എന്നും കാണുന്നുണ്ട്, പക്ഷേ സെപ്റ്റംബർ 1960 IDA സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഇനീഷ്യൽ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ $912.7 million ആയിരുന്നു ഇതിൻ്റെ ഫണ്ടിങ് എന്ന് വെച്ചാൽ IDAയുടെ ക്യാപിറ്റൽ. ഇതിൽ 15 സിഗ്നേച്ചറി കൺട്രീസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഓസ്ട്രേലിയ, കാനഡ, ചൈന, ജർമ്മനി, ഇന്ത്യ, ഇറ്റലി, മലേഷ്യ, നോർവേ, പാകിസ്ഥാൻ തുടങ്ങി 15ഓളം സിഗ്നേച്ചറി കൺട്രീസ് IDA സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു. ഓക്കെ, ദെൻ വിത്തിൻ 8 months ഓഫ് ലോഞ്ച്, അതായത് തുടങ്ങി 8 മാസത്തിനുള്ളിൽ IDA ഹാഡ് 51 മെമ്പേഴ്സ് ആൻഡ് അലോക്കേറ്റഡ് ക്രെഡിറ്റ് വർത്ത് $101 million to 4 countries. ഓക്കെ, ഇപ്പം IDAയിൽ 173 മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ 4 കൺട്രികൾക്ക് $101 million സംഭാവന, അല്ലെങ്കിൽ സംഭാവന എന്ന് പറയാൻ പറ്റില്ല, സഹായം എന്ന നിലയിൽ നൽകിയതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾമെൻറ്റ് പണം കിട്ടിയത് ഹോണ്ടുറാസിനാണ്. ഹോണ്ടുറാസ് റിസീവ്ഡ് ദ ഫസ്റ്റ് IDA ക്രെഡിറ്റ് ഫോർ ഹൈവേ മെയിൻ്റനൻസ്. ഓക്കെ, ദെൻ ചിലി, സുഡാൻ ആൻഡ് ഇന്ത്യ വേർ ദ അതർ 3 റെസിപ്പിയൻറ്റ്. അപ്പം ഈ 4 റെസിപ്പിയൻറ്റിൽ ഇന്ത്യ ഒരു മേജറായിട്ടുള്ള ഒരു റെസിപ്പിയൻ്റാണ്. അപ്പോൾ വേൾഡ് ബാങ്കിൻ്റെയും ഒരു മേജറായിട്ടുള്ള ബെനിഫിഷ്യറിയാണ് ഇന്ത്യ. അതുപോലെ IDAയും വേൾഡ് ബാങ്കിൻ്റെ സിസ്റ്റർ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. നമ്മൾ ബ്രിട്ടൻ വുഡ് ട്യൂൺസ് എന്ന് നമ്മൾ വേൾഡ് ബാങ്കിനെയും IMFനെയും വിശേഷിപ്പിക്കുന്ന പോലെ വേൾഡ് ബാങ്കിൻ്റെ ട്യൂൺസ് ആണ് ഏത്, IRBDയും IDAയും. അപ്പം വേൾഡ് ബാങ്കിൻ്റെ ആയാലും IDAയുടെ ആയാലും വൺ ഓഫ് ദ പ്രോമിനൻ്റ് റെസിപ്പിയൻ്റ് ഈസ് ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. IDAയുടെ കോൺട്രിബ്യൂഷൻ. 2/3 of the world's poor, almost 500 million people now live in countries supported by IDA. എന്ന് വെച്ചാൽ 50 കോടിയിൽ കൂടുതൽ പാവപ്പെട്ട ജനങ്ങളുള്ള രാജ്യങ്ങൾക്ക്, മനസ്സിലായല്ലോ, 50 കോടിയിലധികം വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് IDAയുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഓക്കെ, അതിൽ തന്നെ ഇന്ത്യയുടെ കാര്യം എടുത്ത് പറയണം. ഇന്ത്യ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ പോവർട്ടി 54% നിന്ന് 17, ഇപ്പം ഇന്ത്യയുടെ പോവർട്ടി നിൽക്കുന്നത് 17%. അപ്പോൾ നമ്മുടെ മൊത്തം ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആൾമോസ്റ്റ് 130 crore എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 17% ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ 54% ദാരിദ്ര്യം ഈ 17% എത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെങ്കിൽ ഇന്ത്യ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. അത് നമ്മുടെ IDAയുടെ സഹായത്താലാണ് ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു പെർഫോമൻസ്, അതായത് പോവർട്ടി ഇറാഡിക്കേഷൻ അല്ലെങ്കിൽ പോവർട്ടി അലവിയേഷൻ എന്നൊക്കെ പറയും, ഇതിൽ ഇന്ത്യക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് നമ്മുടെ IDAയുടെ സഹകരണത്താലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴും 17% ദരിദ്രന്മാരുണ്ട് എന്നാണ് വേൾഡ് എക്കണോമിക് ഫോറം അല്ലെങ്കിൽ വേൾഡ് ബാങ്ക്
ഇതുപോലുള്ള IDA ഇവരുടെയൊക്കെ പ്രോഗ്രസ് റിപ്പോർട്ട് തെളിയിക്കുന്നത്. ഓക്കെ, എന്നാലും 54 ജനസംഖ്യയുടെ പകുതിയിലധികം ദാരിദ്ര്യത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 17% എന്നുള്ള ഒരു സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞ ഇന്ത്യയെ സംബന്ധിച്ച് നേട്ടമാണ്. സോ IDAയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ 50 മില്യൺ ആളുകൾക്ക് 500 മില്യൺ ആളുകൾ എന്ന് പറയുമ്പോൾ 50 crore 50 കോടിയിൽ അധികം ജനങ്ങൾക്ക് IDAയുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് IDAയുടെ സപ്പോർട്ട് കിട്ടുന്നു, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഓക്കെ, ദെൻ ദ ഫണ്ടിങ് വിൽ അലോ IDA ടു റീഇൻഫോഴ്സ് ഇറ്റ്സ് സപ്പോർട്ട് ടു ജോബ് ക്രിയേഷൻ. അപ്പോൾ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക. എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ മനസ്സിലായല്ലോ. ഈ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക. അപ്പോൾ GST ഒക്കെ അതുമായിട്ട് കൂട്ടി യോജിച്ച് വായിക്കാം നിങ്ങൾക്ക്. ഗുഡ് ഗവേണൻസ് മനസ്സിലായല്ലോ. ഈ ഡിജിറ്റൽ ഗവേണൻസും ഗുഡ് ഗവേണൻസും നോക്കിയെടുക്കുക. ഡിജിറ്റൽ ഇന്ത്യ, വൺ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഗുഡ് ഗവേണൻസ് ആൻഡ് അക്കൗണ്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു രാജ്യത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് ജനങ്ങളോട്. ഓക്കെ, അപ്പം അതും IDAയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ IDA വിൽ ഹെൽപ്പ് മെമ്പർ കൺട്രീസ് ഫോർ ക്രിയേറ്റിംഗ് ജോബ്, ഫോർ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഫോർ ക്രിയേറ്റിംഗ് ഗുഡ് ഗവേണൻസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് അക്കൗണ്ടബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മളെന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച്, ജെൻഡർ ഇനീക്വാലിറ്റി, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കോൺഫ്ലിക്റ്റ്, വയലൻസ്. ഈ കാര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ ശ്രമിക്കലും IDAയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. ഓക്കെ, സോ IDA വിൽ ഹെൽപ്പ് കൺട്രീസ് ഡീൽ വിത്ത് ദ ചലഞ്ചസ് പോസ്ഡ് ബൈ ക്ലൈമറ്റ് ചേഞ്ച്, ജെൻഡർ ഇനീക്വാലിറ്റി ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് ഫ്രജിലിറ്റി, അതായത് ഈ അതിർത്തി തർക്കങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, കോൺഫ്ലിക്റ്റ് ആൻഡ് വയലൻസ്. ഓക്കെ, ദെൻ it promoted greater equity and economic growth. IDA will also tackle broader development challenges such as enhancing debt, sustainability and transparency, harnessing and adapting to transformative digital payment technology. കണ്ടില്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഡെറ്റ് എൻഹാൻസ് ചെയ്യലാണ് വേറൊരു കോൺട്രിബ്യൂഷൻ. കടം കൂടുതൽ ആവശ്യക്കാർക്കെല്ലാം പണം കടം കൊടുക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് മെമ്പർ കൺട്രികളുടെ കാര്യമാണ് പറയുന്നത്. ബ്രോഡർ ഡെവലപ്മെൻറ്റ് ചാലഞ്ചസ്. ഓക്കെ, പിന്നെ എക്കണോമിക് ഗ്രോത്തിൽ ഇക്വിറ്റി കൊണ്ടുവരിക, പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ടു ഫിൽ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ദെൻ ഡിജിറ്റൽ പേയ്മെൻറ്റ് ടെക്നോളജി, ഇതും നമ്മുടെ IDAയുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. നോട്ട് നിരോധനവും അതിനെ തുടർന്നുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഓർക്കുക. ഓക്കെ, ഇപ്പം ഡിജിറ്റൽ ക്ലാസ് റൂമുകളെല്ലാം ഡിജിറ്റലാക്കാനുള്ളൊരു സംവിധാനം ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഇതുമായിട്ടൊക്കെ കൂട്ടി അയച്ച് വായിക്കുക. അതും IDAയുടെ ഒരു ഇനീഷ്യേറ്റീവ്, IDAയുടെ കീഴിലുള്ള ഒരു ഇനീഷ്യേറ്റീവ്, ഒരു മൂവ്മെൻ്റാണ് ഇതെല്ലാം. ഓക്കെ, ദെൻ പ്രൊമോട്ടിംഗ് ഇൻക്ലൂഷൻ ഓഫ് ദോസ് ലിവിങ് വിത്ത് ഡിസബിലിറ്റീസ്, അറിയാലോ, വികലാംഗരായ ആളുകൾ. സ്ട്രെങ്തനിങ് ദ റൂൾ ഓഫ് ലോ ആൻഡ് ഇൻവെസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, including efforts to achieve universal health coverage. Along with these priority areas, IDA will sharpen its focus on crisis preparedness, resilience building and supporting countries in their national climate related action plan. അപ്പം ഈ ഒരു കോൺട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് വളരെ ബ്രീഫായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, IDAയുടെ ഒരു കൺസേണിലുള്ള, അവരുടെ ഒരു ശ്രദ്ധയിലുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ട് ഹ്യൂമൻ ക്യാപിറ്റൽ പരമാവധി ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ്. ഹ്യൂമൻ ക്യാപിറ്റലിനെ ഒന്നുകൂടി എന്ത് ചെയ്യുക, റൈസ് ദ ഹ്യൂമൻ ക്യാപിറ്റൽ അപ് ടു ദ പൊട്ടൻഷ്യാലിറ്റിയുടെ അതിലേക്ക് നമുക്ക് റൈസ് ചെയ്യുക. പിന്നെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ കൂടി അതിലേക്ക് കൂട്ടുക. അതാണ് അതും നിങ്ങൾ മനസ്സിലാക്കണം. ഈ വികലാംഗരെ ദിവ്യാംഗന എന്നൊക്കെ പറഞ്ഞിട്ട് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതൊക്കെ ഓർത്ത് വെക്കുക. സോ ഈ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ പോലും നമ്മുടേതായ രീതിയിൽ കണക്ക് കൂട്ടുക.
ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ IDAയുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ജെൻഡർ ഈക്വാലിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ജോബ് ക്രിയേഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എക്കണോമിക് ട്രാൻസ്ഫോർമേഷന് കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്, ഗുഡ് ഗവേണൻസിന് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ദെൻ അക്കൗണ്ടബിലിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കൗണ്ടബിലിറ്റി ശരിയായ രീതിയിൽ നടത്താനായിട്ട് അതിനായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു പെർഫോമൻസാണ് നമ്മുടെ IDA നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. IDAയുടെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് പോവർട്ടി അലവിയേഷനാണ്. ഓക്കെ, ലോകമെമ്പാടുള്ള ദാരിദ്ര്യം കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് IDAയുടെ അണ്ടറിൽ ഇനീഷ്യേറ്റ് ചെയ്യും.